Hi friends, Project Owners-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 5.1 ഹോം തിയേറ്റർ ഒക്കെ അസംബിൾ ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണിത്. ഇൻഫിനിറ്റി ഓഡിയോസ് പുറത്തിറക്കുന്ന ഒരു 6 ചാനൽ ആംപ്ലിഫയർ ബോർഡാണിത്. 2030 IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5200+TDA 2030 ICയുടെ ഒരു കോമ്പിനേഷനാണ് ഈ ബോർഡിൽ വരുന്നത്. ഈ 2030ക്ക് പകരം 2050 ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൽ ഇരിക്കുന്ന ഈ IC 2030 IC ഹൈ എൻഡ് ഓഡിയോസിലൊക്കെ അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോ മോണിറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു IC ആണ്. നല്ല ക്വാളിറ്റി ഓഡിയോ റിസൾട്ട് തരുന്ന ഒരു IC ആണ്. നല്ല ഓഡിയോ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 5200 കോമ്പിനേഷൻ സബ് വൂഫറിനായിട്ട് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഡ്യുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. രണ്ടിനും കൂടി സെപ്പറേറ്റ് പവർ സപ്ലൈ ഒന്നുമില്ല, ഒരൊറ്റ പവർ സപ്ലൈ മാത്രം. സാധാരണ ചില ബോർഡുകൾ വരുന്നത് 24 27 വോൾട്ട് ഈ 5200യ്ക്കും ഈ 2030 വർക്ക് ചെയ്യാനായിട്ട് സിംഗിൾ പവർ സപ്ലൈയും അങ്ങനെ സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കേണ്ടതായിട്ടാണ് മിക്കവാറും ബോർഡുകൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒറ്റ പവർ സപ്ലൈ കൊടുത്താൽ മതി. ഒരു 27027 റെക്ടിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ 24024 റെക്ടിഫൈ ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്താൽ മതിയാകും. പക്ഷേ ബാക്കി ഇതിലേക്ക് ഈ 2030യുടെ സപ്ലൈ ഇതിനകത്തു നിന്ന് തന്നെ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് 27 ഒരു 5 ആംപിയറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് വർക്കാവും. ഞാനിത് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആമ്പുകൾ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇതിന് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ഇത് ഭയങ്കര തീരെ അങ്ങ് ചെറുതായി പോയി. പക്ഷേ ചിലത് ഒരു സിംഗിൾ പ്ലേറ്റ് മാത്രം വെച്ച് വരുന്നുണ്ട്. ഇത് അതിലും കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ബോർഡ്. ഇതിൽ റെക്ടിഫയർ സെക്ഷനൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്. നല്ല സോൾഡർ മാസ്കും നല്ല ക്വാളിറ്റിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈയിലാണെങ്കിൽ തന്നെയും കറക്റ്റ്. സാധാരണ ഇതുപോലത്തെ ബോർഡുകൾ വരുന്നത് ഒരു 24 അല്ലെങ്കിൽ 27 വോൾട്ട് ഈ സബിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിലേ പ്രൊട്ടക്ഷൻ റിലേ എല്ലാം ഒരുമിച്ചുള്ള ഇതുപോലത്തെ ബോർഡ് വരുന്നുണ്ട്. അത് വാങ്ങാണ്ടിരിക്കുന്നത് നല്ലത്. ഇതുപോലത്തെ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് അസംബിൾ ചെയ്യാനൊക്കെ സൗകര്യം. ഇതിൽ എല്ലാം ഒറ്റ വോൾട്ടേജ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 24 ഇവിടെ ഒരു ഒറ്റ കണക്ഷൻ, 24 അല്ലെങ്കിൽ 27 ഒരു 5 ആകുമ്പോൾ 5 to 6 ആ റേഞ്ചൊക്കെ മതി മാക്സിമം. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ട് ഇത് വർക്കാവും. ഹമ്മിങ് നോയ്സ് ഒന്നും ഇതിലുണ്ടാവില്ല. വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടും അതുപോലത്തെ ഒരു IC കോമ്പിനേഷൻസുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു നോർമൽ വീടുകളിലൊക്കെ ഈ ഒറ്റ ബോർഡ് മതി. 18 വാട്ടാണ് ഈ ഓരോ ICയുടെയും പരമാവധി ഔട്ട്പുട്ട് വരുന്നത്. ഇതൊരു 100 വാട്ട്സ് വരും. 100 വാട്ട്സിന് മുകളിൽ പോവും. അത് പവർ സപ്ലൈ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. 100 വാട്ട്സിന് മുകളിൽ പോവും. ശരിക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു നോർമൽ വീടുകളിൽ ഹോം തിയേറ്റർ ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിതിൻ്റെ ഒരു 50% വോളിയം പോലും നമുക്കൊരു റൂമിൽ വയ്ക്കാൻ സാധിക്കില്ല. ഒരു 12x12 റൂം സൈസിലൊക്കെ ഇത് പരമാവധിയാണ്. അതിൽ കൂടുതലൊന്നും നമ്മൾ വെക്കില്ല. പക്ഷേ ഇത് ഒരു മാക്സിമം വോളിയത്തിൽ പോലും ഇതിനകത്ത് വേറെ ഡിസ്റ്റോർഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഈ ബോർഡിൽ വരുന്നില്ല. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം ഈ ഹീറ്റ് സിങ്ക് മാറ്റുക. ഈ ഹീറ്റ് സിങ്ക് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല വലുപ്പമുള്ള നല്ല സൈസിലുള്ള ഒരു ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡിന് കുറച്ചും കൂടി ലൈഫ് കിട്ടും. ഇന്നൊന്നും കംപ്ലയിൻറ്റ് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചെയ്തതിനകത്തും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറിവിലൊന്നും ഇതിൽ കംപ്ലയിൻറ്റ് വന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ 2030 IC വരുന്നത് ഈ 3000 രൂപ 4000 രൂപ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഹോം തിയേറ്ററുകൾ, അതിനകത്തൊക്കെ 2030 IC ഒക്കെ പോയിട്ടുള്ളതായിട്ട് റിപ്പയറിനൊക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇതുപോലെ ബോർഡുകളിൽ അങ്ങനെ പോയിട്ടുള്ളത് വളരെ കുറവാണ്. അങ്ങനെ എൻ്റെ അനുഭവത്തിലില്ല. ഏകദേശം ഒരു 700 രൂപ താഴെയാണ് ഈ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ആംപ്ലിഫയറും അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഈ ഒരു ബോർഡ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഓഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും വരാം.